ഹായ് ഹലോ എവരിവൺ. ഐ എം അക്ബർ ഷാ, ദ പ്രൊഫഷണൽ മാത്തമാറ്റിക്സ് കോച്ച്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇന്ന് ചുമ്മാ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൗ ടു കോൺക്വർ ദ ബ്യൂട്ടിഫുൾ സബ്ജക്ട് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റും? ഓൺലി വൺ വേർഡ്, യു ഷുഡ് മേക്ക് ആക്സസിബിലിറ്റി. ഹൗ ടു ബിക്കം ആക്സസിബിൾ ഇൻ മാത്തമാറ്റിക്സ്. അതായത് മക്കളെ, നിങ്ങളൊരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറേ അധികം കോൺസെപ്റ്റ് അല്ല ഡിസ്കസ് ചെയ്യേണ്ടത്. കുറേയൊക്കെ നിങ്ങൾ കോൺസെപ്റ്റ് വായിക്കുക, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് കോൺസെപ്റ്റ് വായിച്ചതിന് ശേഷം നിങ്ങളൊരു 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യണം. അപ്പോൾ കോൺസെപ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾ വിട്ടുപോയ വരികൾ നിങ്ങൾക്ക് അവിടുന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വാട്ട് ഈസ് മീൻ ബൈ ആക്സസിബിലിറ്റി, നമ്മൾ ആക്സസിബിലിറ്റിയിലേക്ക് തിരികെ വരികയാണ്. നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് ഉറപ്പായി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം ഒരു A4 ഷീറ്റിൽ. അത് എത്ര ബിഗ്ഗസ്റ്റ് ചാപ്റ്റർ ആവട്ടെ, ഒരുപാട് കോൺസെപ്റ്റുള്ള ഒരു ചാപ്റ്റർ ആവട്ടെ, അത് നിങ്ങൾ ഏത് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും വട്ട് എവർ ക്ലാസ്, നിങ്ങൾ എത്ര കാലം മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ഷീറ്റിലേക്ക് നിങ്ങൾക്ക് ഒതുക്കി വരാൻ പറ്റണം. അത് ഒതുക്കി വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ഷോർട്ട് നോട്ട്, അഥവാ ഇറ്റ് ഈസ് കോൾഡ് മൈൻഡ് മാപ്പ്. മൈൻഡ് മാപ്പുകൾ ഇന്ന് റെഡിമെയ്ഡ് അവൈലബിൾ ആണ്. ഡോണ്ട് യൂസ് എ റെഡിമെയ്ഡ് മൈൻഡ് മാപ്പ്, ബട്ട് വൈ, നമ്മളുടെ മൈൻഡ് മാപ്പ് നമ്മൾക്ക് വായിച്ചാലേ മനസ്സിലാൻ പറ്റുള്ളൂ. അപ്പോഴേ നമ്മൾക്ക് അത് ആക്സസിബിൾ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മൈൻഡ് മാപ്പ് യൂസ് ചെയ്യാം. അത് നമുക്ക് വളരെയധികം ആക്സസിബിലിറ്റി കിട്ടും. ആക്സസിബിലിറ്റി കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻസ് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കേണ്ടത്. അല്ലാണ്ട് തിയറി കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ മാത്സിലെ പ്രോബ്ലം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. തിയറി നമ്മൾ പഠിക്കാൻ നിന്ന ബേസിക് പോയി നമ്മൾ എവിടെ വരെ എത്തേണ്ടി വരും, നമ്മളുടെ UP ക്ലാസ് LP ക്ലാസ് വരെ എത്തേണ്ടി വരും. കാരണം മാത്തമാറ്റിക്സ് നിങ്ങൾ LP ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു വരുന്നുണ്ട്. ഇന്ന് നമ്മൾ LKG നിന്ന് പഠിക്കുന്നുണ്ട്, അബാക്കസ് ഒക്കെ, ശരിയല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, തിയറി പഠിക്കുക, ബാക്കി പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ടിപ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അപ്കമിങ് എക്സാമിനേഷൻസ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ബേസിക്കലി ഒരു മാത്തമാറ്റിക്സ് ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആണ്? കമൻറ്റ് ചെയ്യും.